ഗൈസ് നമ്മൾ ഇന്ന് ഒരു കല്യാണത്തിന് പോവാണ് ഗൈസ്. കല്യാണത്തിന് പോവാണ് പറഞ്ഞിട്ട് പുതിയ കുരുക്കെ വന്നിട്ടുണ്ട്. ഹലോ, അപ്പോൾ ഇന്ന് എനിക്ക് നിലമ്പൂർ ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പോയ വിശേഷങ്ങളൊക്കെയാണ് ഈ വ്ളോഗിൽ. കല്യാണം എന്നല്ലേ, കല്യാണം ഇപ്പപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവിടുന്ന് അത്യാവശ്യം കുറച്ച് ലോങ് ഉണ്ടായിരുന്നു കേട്ടോ. നിലമ്പൂരിൽ നിന്നും പോയിട്ട് ഇടക്കര എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു കല്യാണം. അപ്പോൾ നേരത്തെ തന്നെ രാവിലെ തന്നെ കയറിയപ്പോൾ സെറമോളി എനിക്ക് കാണിച്ചെന്നാ കേട്ടോ. നമുക്ക് പോകുമ്പോൾ ഇതൊക്കെ വെച്ച് നോക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം ഓള് പറഞ്ഞത് ശരിയാട്ടോ. അത് ഇടക്കിടക്ക് നോക്കി അതിലിങ്ങനെ പൗഡർ ഇടുക, ലിപ്സ്റ്റിക് ഇടുക, അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളെ രണ്ടാളും പരിപാടി. ഓള് കുറേ നേരം ഇൻ്റെ അടുത്ത് ഇരിക്കും, പിന്നെ ഓളെ അമ്മാൻ്റെ അടുത്ത് പോയിരിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ലാസ്റ്റ് പിന്നെ ടൈം വാങ്ങിട്ട് ഓള് കടന്ന് ഉറങ്ങിയിട്ട് വരെ. ഞാൻ ഓളോട് ആരാ സുന്ദരി എന്നൊക്കെ ചോദിച്ചപ്പോൾ ഓളെ എന്തൊക്കെയാ അവിടെ ഇരുന്ന് പറയണൊക്കെ ഉണ്ടായിരുന്നു. 9:30 ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയത് 10:30 കേട്ടോ. എന്നിട്ട് പിന്നെ അവിടെ എത്തിയപ്പോൾ തന്നെ 12:30 അങ്ങനെ കോഴിക്കോട് പോണേക്കാൾ ദൂരം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ. ലാസ്റ്റ് പിന്നെ നിലമ്പൂർ എത്തിയിട്ടുണ്ടായിരുന്നു. നിലമ്പൂർ എത്തിയാൽ പിന്നെ നല്ല രസമാണല്ലോ കാണാൻ. തേക്ക് മ്യൂസിയം കണ്ടപ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നു കേട്ടോ, പോയി വരുമ്പോൾ എന്തായാലും അവിടെ തേക്ക് മ്യൂസിയം ആണോ കനോളി പ്ലോട്ട് ആണോ എന്നൊക്കെ ഉള്ളൊരു ചർച്ചയായി. ലാസ്റ്റ് പിന്നെ ഞങ്ങൾ എങ്ങോട്ടാ പോയിട്ടുണ്ടാവുക എന്നുള്ളത് ഈ വീടിൻ്റെ അവസാനം വരെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് എനിക്ക് സെറമോളൊക്കെ നല്ലോണം കടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ആർക്കായാലും ബോറടിക്കുമ്പോൾ ഞങ്ങൾ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്തിയപ്പോൾ പിന്നെ എനിക്ക് കൂടുതൽ എടുക്കാനൊന്നും പറ്റില്ല. ഫുഡൊക്കെ അങ്ങനെ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഗൈസ് ഇവിടെ ഭയങ്കര വെയിലാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ അങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ ഇവിടുന്ന് പോകും അല്ലേ. ഫുഡ് കഴിക്കണതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കിങ്ങനെ. ഫുഡ് അടിക്കൽ കഴിഞ്ഞപ്പോൾ ഉണ്ട് പുറത്ത് ഒരാൾ കേട്ടോ ഐസ്ക്രീമൊക്കെ ഇങ്ങനെ കൊടുക്കണം. അപ്പം ഞങ്ങളും ആദ്യം വിചാരിച്ചു ഫ്രീ ആയിരിക്കും എന്നുള്ളത്. പിന്നെ പോയി നോക്കിയപ്പോഴാണ് അത് പൈസക്കാണ്. പിന്നെ അതൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ ഈ ഐസ്ക്രീമിൽ ഏറ്റവും ഇഷ്ടം ഈ ലാസ്റ്റ് വരുന്ന മതി വരാത്ത ആ തേക്ക് മ്യൂസിയത്തേക്ക് വീണ്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ അതന്നെ മതി ഞങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവിടെ പോയത്. ഞങ്ങളിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം നിലമ്പൂരായിരുന്നു. അപ്പോൾ ഇവിടെ നിലമ്പൂർ എന്താണുള്ളത്, തേക്ക് മ്യൂസിയം. അപ്പോൾ ഞങ്ങൾ തേക്ക് മ്യൂസിയം കാണാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ ഒരു 1, 2, 3 വട്ടമൊക്കെ കണ്ടതാണ്. പിന്നെ വെറുതെ എന്തായാലും നിലമ്പൂർ വരെ വന്നതല്ലേ, അപ്പോൾ ഞങ്ങളൊന്ന് കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ് ഗൈസ്. ഓക്കെ, എനിക്കാണെങ്കിൽ നല്ല മടിയായിരുന്നു കേട്ടോ. കാരണം ഇതിൻ്റെ തലങ്ങും വിലങ്ങും ഉള്ളവരൊക്കെ ഇന്നെ നോക്കി ഇങ്ങനെ ചിരിക്കായിരുന്നു ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കണം കണ്ടിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അസൂനി അസീമിനൊന്നും കാണാമല്ലോ കേട്ടോ. അവരൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി പ്രാന്താണെന്ന് ലാസ്റ്റ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടോ. ഈ വെയിലത്ത് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ അതിനൊക്കെ നടന്നപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ അതിലേറെ മടി. കാരണം ഞങ്ങൾ പാർട്ടി വെയർ ഒക്കെ ഇട്ടിട്ടായിരുന്നു തേക്ക് മ്യൂസിയം കാണാൻ വന്നിട്ടുള്ള. എല്ലാവരും ഞങ്ങളെ തന്നെ ഇങ്ങനെ നോക്കിണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓരോടൊന്നും പറയാൻ പറ്റില്ലല്ലോ, കല്യാണത്തിന് പോയിട്ട് ഇതിന്റെ ഓരോ മുക്കും മൂലയും കാണാപ്പാടം പഠിച്ച പോലെ ഞങ്ങൾക്ക് എല്ലാതും അറിയായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് കയറാൻ വേണ്ടി അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഒന്നൊരു സമാധാനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ ഞാനിങ്ങനെ ചെറുതായിട്ട് വെയിലില്ലാത്ത സ്ഥലം നോക്കി കുറച്ച് ഫോട്ടോസും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ബോറടിച്ച് അങ്ങനെ കുറച്ചധികം സെറമോളാണെങ്കിൽ ഉണ്ടായി. പിന്നെ ഫസ്റ്റ് ടൈം ആട്ടോ ഈ തേക്ക് മ്യൂസിയം കാണാൻ വേണ്ടി വരുന്ന. അതുകൊണ്ട് ഓൾക്ക് മാത്രമുള്ള ഒരു എക്സൈറ്റ്മെന്റ്. അവിടെ ഇരിക്കണ ആ 2 തവളകളെ കണ്ടില്ലേ, കണ്ടിട്ട് ഞാൻ ഹസീമിനോട് പറയുന്നു ഈയും എൻ്റെ ഫ്രണ്ടും ആണെന്ന്. അപ്പോൾ ഇനി ഇങ്ങോട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അങ്ങനെ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പോണ വഴിക്ക് യൂണിയൻ ബേക്കറി പറഞ്ഞിട്ടൊരു ബേക്കറി ഉണ്ട് കേട്ടോ. അപ്പൊ അവിടുത്തെ ഗീ കേക്ക് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് മാമ വണ്ടി ഒന്ന് നിർത്തി പറഞ്ഞ പോലെ തന്നെ കേക്ക് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളി ടേസ്റ്റുള്ള കേക്ക്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ബേക്കറി പോണത്. പക്ഷെ ഇവിടെ ഇല്ലാത്തൊരു ഐറ്റംസ് ഉണ്ടാവില്ല, അത്രയും അടിപൊളിയായിട്ട് ഓരോന്നും ബേക്ക് ചെയ്ത് വരുന്ന ഐറ്റംസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ മാമ എല്ലാവർക്കും ഉള്ള ഗീ കേക്ക് അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ആള് മാമനെ അറിയണോണ്ട് തന്നെ കുറെ ഐറ്റംസ് ടേസ്റ്റ് ഇഷ്ടമായത് ഗീ മൈസൂർ പാക്ക് ആയിരുന്നു കേട്ടോ. അങ്ങനെ അത് മാമ മിൽക്ക് മൈസൂർ പാക്ക് ആണ് ഗൈസ്. അങ്ങനെ അത് വണ്ടി കയറിയപ്പോൾ തന്നെ അത് അൺബോക്സ് ചെയ്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരമായിരുന്നു കേട്ടോ. പിന്നെ ഭയങ്കര ഗീ ആയിരുന്നു. അതുകൊണ്ട് ഒരു ചെറിയ പീസ് കഴിച്ചാൽ തന്നെ നമുക്ക് അതൊക്കെ കഴിച്ച് ആകെ മന്ദടിച്ച അവസ്ഥയിലായിരുന്നു കേട്ടോ. കാരണം വയറിറച്ച് ബിരിയാണി കഴിച്ചു, പിന്നെ ഈ മിൽക്ക് പാഡിയും കഴിച്ചപ്പോൾ ആകെ എല്ലാവരും ഉറക്കം വരുന്ന വിചാരിച്ചിട്ട് സൈഡിൽ നോക്കിയപ്പോൾ എല്ലാവരും ഉറങ്ങണ്ടായിരുന്നു. അതിൽ അതൊക്കെ എങ്ങനെയൊക്കെ കടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. മാത്രം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ബാക്കി എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എൻ്റെ അടുത്തുള്ള ബോക്സും കൂടി ഓന്റെ കൈ കൊടുത്തിട്ട് ഞാനും കടന്ന് ഉറങ്ങി. ബിരിയാണി മിൽക്ക് പാഡൊക്കെ കഴിച്ച് ആർക്കല്ലേ ഉറക്കം വരാതിരിക്കുക. അങ്ങനെ പിന്നെ എൻ്റെ കണ്ണും അടയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബാ.